നമസ്കാരം. ചലഞ്ചിലാബ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് ഇക്കഴിഞ്ഞ 4th സ്റ്റേജ് 10th പ്രിലിംസിന്റെ പ്രൊഫഷണൽ ആൻസർ കീ PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് എന്താണ് നിങ്ങൾ ആൻസറുമായിട്ട് കമ്പയർ ചെയ്തൊന്ന് നോക്കാം. നിങ്ങൾ പല ആൻസേഴ്സ് ആണല്ലോ നമ്മളൊരു പറഞ്ഞത്. അപ്പൊ അതിന്റെ ഒരു പ്രൊഫഷണൽ ആയിട്ട് അവരിട്ടു. അപ്പൊ നമുക്കത് നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ട് എന്നൊക്കെ ചെക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് തൊട്ട് താഴെ കിടപ്പുണ്ട്. അത് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോകാൻ പറ്റും. അവിടെ നിന്ന് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നമ്പർ കൊടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എല്ലാ കോഴ്സും ഇതിൽ അവൈലബിൾ ആണ്. ഇപ്പൊ വിളിച്ച നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെ എല്ലാ കോഴ്സും ഇതിൽ റണ്ണിങ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ താല്പര്യമുള്ളത് അത് ജോയിൻ ചെയ്ത് വേഗം പഠിക്കാവുന്നതാണ്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് A ആണ് കേട്ടോ, കോഡ് A ആണ്. നമുക്ക് അതിന്റെ ആൻസേഴ്സ് നോക്കാം. ഞാൻ ജസ്റ്റ് ആൻസേഴ്സ് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. ഇതിന്റെ ഇനി മാത്സിന്റെ ഒക്കെ നിങ്ങൾക്ക് എന്താണ് എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി. നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ ചെയ്യാം. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഞാൻ ക്വസ്റ്റ്യനും ആൻസറും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകത്തേ ഉള്ളൂ കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഒന്നിന്റെ ഉത്തരം C ആണ് കേട്ടോ. രണ്ടാമത്, ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിന് ലഭ്യമായ അംഗീകാരങ്ങളിൽ ചിലതാണ് താഴെ തന്നിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് D ആണ് ഉത്തരം. എല്ലാം ശരിയാണ്. 3, കേരളത്തിലെ ചില പ്രശസ്ത കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരുടെ പേരുകളുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായ ജോഡികൾ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ചേരുംപടി ചേർക്കാനായിരുന്നു. മൂന്നാമത്തെ ഉത്തരം A ആണ് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ഉത്തരവായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ലിഗ്നോസാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചത്. 4 ഉത്തരം B ആണ്. ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണിത്. ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത് ആരെന്ന് ചോദിച്ചാല് C ആണ് കേട്ടോ. ഉത്തരം C ആണ്. ലോക നഗര ദിനത്തിൽ യുനെസ്കോ പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരമാണ് ചോദിച്ചിരിക്കുന്നത്. D ആണ്, കോഴിക്കോടാണ്. അടുത്ത, തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം A ആണ് കേട്ടോ. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായ ആശയങ്ങൾ തിരിച്ചറിയുക എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഉത്തരം B ആണ് കേട്ടോ. 2ഉം 3ഉം ശരിയാണ്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഗണതന്ത്ര മണ്ഡപം. ഉത്തരം D ആണ് കേട്ടോ, ഓപ്ഷൻ D. അടുത്ത, ചുവടെ നൽകിയിരിക്കുന്ന തീമുകൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്. ചേരുംപടി ചേർക്കാനാണ്. 10ാമത്തെ ഉത്തരം A ആണ് കേട്ടോ. സിന്ധു നദിയുടെ പോഷക നദികൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് ഏതെന്നാണ്. 11 ഉത്തരം A ആണ്. ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലമാണ് ചോദിച്ചിരിക്കുന്നത്. 12 C ആണ്, നവംബർ മധ്യം. കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരമാണ് ഏത്? മുംബൈ. ഉത്തരം ഓപ്ഷൻ D ആണ്. 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് ശാല. 14 B ആണ് കേട്ടോ, ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കേലയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ 6 വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. 15 B ആണ്. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദുരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? 16 A ആണ്. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. അടുത്തത്, ഡോക്ടർ DS കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 17ന്റെ ഉത്തരം C ആണ് കേട്ടോ, ത്രിഭാഷാ പദ്ധതി. കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്? 18 B, പറവൂർ. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി താഴെ പറയുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 19ന്റെ ഉത്തരം D ആണ്, ലിഗ്നൈറ്റ്. സാമൂഹ്യ പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ്. അതിൽ തെറ്റായിട്ടുള്ളത് കണ്ടെത്താനായിരുന്നു. 20ന്റെ ഉത്തരം C ആണ്. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകർഷയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആനി ബസന്റ് ആണ്. 21 D ആണ് ഓപ്ഷൻ. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവമാണ് ചോദിച്ചിരിക്കുന്നത്. 22 B, ചൗരി ചൗരയാണ്. 1887 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരിയാണ് ചോദിച്ചിരിക്കുന്നത്. D, ബഹദൂർ ഷാ രണ്ടാമൻ. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരെന്ന് ചോദിച്ചാല്
ലോകമാന്യ ബാലഗംഗാധര തിലകനാണ്. എ ആണ്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകനായിരുന്നു ചോദിച്ചാൽ ബി ആണ് കേട്ടോ. 25 ബി ആണ്. ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി 1950 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ പുതിയ രൂപമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? എ ആണ്, നിതി ആയോഗ്. പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് നമുക്കറിയാം ആരാണ്? 27 സി ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, ഇത് ഫസ്റ്റ് സ്റ്റേജിലും ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഞാൻ പറഞ്ഞു അത് ചോദിക്കും എന്ന്, വീണ്ടും ചോദിക്കും, അത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു, അത് ചോദിച്ചിട്ടുണ്ട്. അടുത്ത 29ാമത്തെ ചോദ്യമാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനാണ്. 29ാമത്തെ ചോദ്യമാണ്. ഉത്തരം ഡി ആണ് കേട്ടോ. ഈ ഓപ്ഷൻ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ളതാണ്. അടുത്ത് ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീന ഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷമാണ്. 30ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം 1936, അതായത് സി ആണ്. താഴെ തന്നിരിക്കുന്നതിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 31 എ ആണ്. 32 അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 32 സി ആണ്, ശ്രീലങ്ക. ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആരായിരുന്നു എന്ന് ചോദിച്ചാല് സി ആണ്, ബാസപ്പ ദാനപ്പ ജട്ടി എന്നാണ്. അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിച്ചിരിക്കുന്ന അനുച്ഛേദം ചോദിച്ചിട്ടുണ്ട്. 34ാമത്തെ ഡി ആണ്, 51(4). രാജ്യസഭാ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോക്സഭയുടെ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കുമുള്ള ശമ്പളം, ബത്ത ഇവയെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ആണ് ചോദിച്ചത്. ആർട്ടിക്കിൾ 97. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നാണ് 36, അത് എ ആണ് ഉത്തരം. വിവരാവകാശ കമ്മീഷന്റെ ഘടനയാണ് ചോദിച്ചിരിക്കുന്നത്. 37 സി ആണ്. നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ആണ് ചോദിച്ചിരിക്കുന്നത്. 38 സി വി ഹരിനായർ ആണ്. ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാല് ബി NH-66 മുംബൈ ഗോവയാണ്. സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതു നന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചാല് ഡി 39 ബി ആണ്. അടുത്തത് 41 കേരളത്തിലെ സ്ഫടികമണൽ സമ്പന്നമായ ജില്ല. 41 ഡി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി 42 നമുക്കറിയാം എ പള്ളിവാസലാണ്. ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം 43 ബി ആണ്. കഴിഞ്ഞ 3 സ്റ്റേജിലും നദികളായിരുന്നു, ഇപ്പൊ അത് മാറ്റി കായലാക്കി ചോദിച്ചു. 44 പൂക്കോട് തടാകം എ ആണ്, വയനാട് ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് ചോദിച്ചിരിക്കുന്നത്, മഞ്ചേശ്വരം പുഴ, ഓപ്ഷൻ ബി. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആരെന്ന് ചോദിച്ചാല് സി ബാലകൃഷ്ണൻ, ഓപ്ഷൻ ബി. കേരളത്തിൽ കറുത്ത പെണ്ണ് കാണപ്പെടുന്ന ജില്ല 47 സി പാലക്കാട്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ 48 സി ആണ്, ആനമുടി. അടുത്ത കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് ചോദിച്ചിരിക്കുന്നത്, കല്ലടയാണ്. എ. തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാല് ബി വേമ്പനാട്. അടുത്ത 59 അയ്യങ്കാളി ജനിച്ച ജില്ലയാണ് ചോദിച്ചിരിക്കുന്നത്. ഡി. തിരുവനന്തപുരം ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവനാണ് ചോദിച്ചിരിക്കുന്നത്. 52 സി ആണ്. വാഗൺ ട്രാജഡി നടന്ന വർഷം എളുപ്പമാണെന്ന് തോന്നും, പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന POQ ആയതുകൊണ്ട് ഒരു ഡൗട്ട് വരാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാവരും എളുപ്പം എന്ന് പറയുന്നതേ ഉള്ളൂ, കുറച്ച് പാട് തന്നെ ആയിരുന്നു. ഓപ്ഷൻ കൺഫ്യൂഷൻ വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 53 വാഗൺ ട്രാജഡി നടന്ന വർഷം എന്ന് ചോദിച്ചാൽ 53 സി ആണ് കേട്ടോ. പൊന്നാനി താലൂക്കിൽ 1896 മാർച്ച് 26 ജനിച്ച നവോത്ഥാന നായകൻ. സാധാരണ ഡേറ്റ് ആണ് ചോദിക്കുന്നത്. 54 ബി ആണ്, VT ഭട്ടതിരിപ്പാട്. 55 ഉത്തരം സി ആണ്. എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് 1920 മഞ്ചേരിയിൽ നടന്നത്? 56ന്റെ ഉത്തരം ഡി ആണ്, 5. താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 57 എ ആണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരമാണ് ചോദിച്ചിരിക്കുന്നത്. 58 ബി കയ്യൂർ. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിത ആരെന്ന് ചോദിച്ചാൽ 59 ആണ്, എ ആണ് കേട്ടോ. അടുത്ത പ്രത്യക്ഷ രക്ഷാസഭ
രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ 60A കുമാര ഗുരുദേവനാണ്. അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാർ സംഭവിച്ചു. ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് ചോദിച്ചത്. 61B ആണ്. അടുത്ത ശരിയായ ജോഡി കണ്ടെത്തുക. അതിന്റെ ഉത്തരം A ആണ്. അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലം 63C ആണ്. അടുത്ത 64D ആണ് ഉത്തരം. അടുത്ത 65 തെങ്ങോലകളിലെ മഞ്ഞളിപ്പിന് കാരണം 65A ആണ് നൈട്രജൻ. ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി വരുത്തുന്ന രോഗാണു ഏതാണ് എന്ന് ചോദിച്ചാല് 66 ഉത്തരം B ആണ്, വൈറസ് ആണ്. പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട മെയ് 23 പ്രാധാന്യമാണ് ചോദിച്ചിരിക്കുന്നത്. 67D ആണ്. കേരള സർക്കാരിന്റെ കീഴിലുള്ള സാമൂഹ്യ നീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ്? 68 ഉത്തരം B ആണ്. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. C തിരുവനന്തപുരം. കാർഡിയോളജി ഏത് അവയവത്തിന്റെ തകരാറുകളാണ്? 70B എല്ലാവർക്കും അറിയാം, B ആണ്. അടുത്ത ഏതുതരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നതെന്ന് ചോദിച്ചാല് ഖരമാണ്, A. പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ചുവടെ നൽകിയിരിക്കുന്നവരിൽ നിന്ന് കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 72B ഊർജം. ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏതു ബലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? B രാസബലം. അടുത്ത ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം എത്രയാണെന്നാണ് ചോദിച്ചത്. 74C ആണ് കേട്ടോ. അതുപോലെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാല് JJ തോംസൺ ആണ്. 76 മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ മാറ്റമാണ് ചോദിച്ചത്. 76C ആണ് കേട്ടോ. ശബ്ദോർജം വൈദ്യോർജമായി മാറുന്നു. പിന്നെ സദിശ അളവ് കണ്ടെത്താനാണ് 77C പ്രവേഗമാണ്. ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ചോദിച്ചത്. 78A. ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. B സിങ്ക്. ഏത് മൂലകത്തിന്റെ പ്രതീകമാണ് K എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്? 80C ആണ്. അടുത്ത് മാത്സ് ആണ്. ഞാൻ ആൻസർ പറഞ്ഞു പോവുകയാണ്. 81ന്റെ ഉത്തരം A ആണ്. 82D ആണ്. അടുത്ത 83ന്റെ ഉത്തരം D ആണ്. 84B ആണ്. 725. അടുത്ത 85C. അടുത്ത 86 വരുമ്പോ A ആണ്. 87 വരുമ്പോ A. അടുത്ത 88B ആണ് കേട്ടോ. 89D 25%. 90D. അടുത്ത 91 നോക്കി, ഉത്തരം A ആണ്, 1. അടുത്ത 92B ആണ്, 30. അടുത്ത 93 വരുന്നത് D244 ആണ്. അടുത്ത 94ൻ്റെത് ഉത്തരം C. അടുത്ത 95ൻ്റെത് A. അടുത്ത 96ൻ്റെത് B ആണ്. അടുത്തത് 97B ത്രികോണം. അടുത്ത 98 ഏജുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം C ആണ്, 30. അടുത്ത 99 വരുമ്പോ B ആണ് കേട്ടോ. അടുത്ത 100ാമത്തതിന്റെ ഉത്തരം C ആണ്. നിങ്ങൾക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ നമ്മൾ അടുത്ത ദിവസം എക്സ്പ്ലനേഷൻ മാത്സിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ഇടാം. അതായത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ഇടാം. അപ്പൊ ഇതൊക്കെയാണ് പ്രൊഫഷണൽ ആൻസർ കീ. നിങ്ങളുടെ ആൻസറുമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക, മാർക്ക് നോക്കുക. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.